ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് നമ്മൾ ലൈനിങ് ഇട്ട് ചെയ്യുമ്പോഴേക്കും നെക്ക് എങ്ങനെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബിഗിനേഴ്സിനെല്ലാം വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അറിയാവുന്നവർക്കാണെങ്കിലും ഓരോ വീഡിയോയിലും ഒരു രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത്, അപ്പോൾ അവർക്കും ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ഭാഗം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ നെക്കിൻ്റെ ഭാഗം മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് എടുത്തിരിക്കുന്നത് 9 ഇഞ്ച് ലെങ്ത്തിലും 5 ഇഞ്ച് വിട്ടിലുമാണ്. നമുക്ക് വേണ്ട നെക്കിൻ്റെ അളവിനേക്കാളും 2 സൈഡും വീതിയാണെങ്കിലും നീളമാണെങ്കിലും 1.5 ഇഞ്ച് 2 സൈഡിലും എക്സ്ട്രാ വരുന്ന രീതിയിൽ ക്യാൻവാസ് മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ മടക്കി വെച്ചിട്ട് ഞാനിപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 6 ഇഞ്ചാണ്. എനിക്ക് ലെങ്ത്ത് വേണ്ടത് 6 ഇഞ്ചാണ്. കറക്റ്റ് വേണ്ട ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. അതേപോലെ വിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചിലാണ്. അപ്പോൾ 3 ഇഞ്ചിൽ ഞാൻ നെക്കിൻ്റെ വിട്ടും മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് അതൊന്ന് സ്ക്വയർ പോലെ വരച്ചെടുക്കണം. നമുക്ക് കറക്റ്റ് വേണ്ട നെക്കിൻ്റെ അളവ് തന്നെ ക്യാൻവാസിലേക്ക് മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഞാൻ സ്ക്വയർ വരച്ചെടുക്കുന്നു. സ്ക്വയർ വരച്ചെടുത്തിട്ട് ഞാൻ താഴെ ഒരു ചെറുതായിട്ടൊരു വി പോലെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/2 ഇഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്യുന്നത്. നിവർത്തി കഴിയുമ്പോൾ നമുക്ക് 2 സൈഡും കൂട്ടുമ്പോൾ 1 ഇഞ്ചാകും. അതുകൊണ്ട് തന്നെ അധികം വീതിക്ക് ഇവിടെ കൊടുക്കുന്നില്ല, ഒരു 1/2 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതേപോലെ ഒന്ന് വി പോലെയാണ് ഞാൻ നെക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നമ്മളിപ്പോൾ വരച്ച ആ വരയുടെ സൈഡിൽ എല്ലാ ഭാഗത്തും ഒരു 1 ഇഞ്ച് വീതം ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെയും ഞാൻ മാർക്ക് ചെയ്തു, ഇതേപോലെ സൈഡിലും വരച്ചതിൻ്റെ സൈഡിൽ ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 1 ഇഞ്ചിലാണ് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയാണ് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ വരച്ച പോയിൻറ്റുകൾ ഇതേപോലെ ഒന്ന് വരച്ച് അതും ജോയിൻ ചെയ്തെടുത്ത് കൊടുത്തു. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബിഗിനേഴ്സിന് കൂടുതൽ ഹെൽപ്ഫുള്ളാകാൻ വേണ്ടിയാണ്. അതിനുശേഷം മുകളിൽ ഇതേപോലെ ഒന്ന് 1/4 ഇഞ്ചിൽ ഒന്ന് വരച്ചിട്ടാണ് നമ്മൾ അയൺ ചെയ്തെടുക്കുമ്പോഴത്തേക്കും മാറിപ്പോകാതിരിക്കാനാണ് അങ്ങനെ വരച്ചിടുന്നത്. അപ്പോൾ നമ്മൾ അയൺ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് അത് കിട്ടും. നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അത് കറക്റ്റ് അളവിൽ തന്നെ കിട്ടാനാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ കൂടുതലും അങ്ങനെ വരച്ചിട്ട് ചെയ്യാമെന്ന് മാത്രമല്ല, നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പിൻ കുത്തിവെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അത് തെറ്റിപ്പോവാതെ കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. അതിനുശേഷം നമുക്ക് ലൈനിങ് പീസ് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. ലൈനിങ് പീസിൻ്റെ ഉൾവശമാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഉൾവശത്താണ് നമ്മൾ ഇതേപോലെ ക്യാൻവാസ് വെച്ച് കൊടുക്കേണ്ടത്. ക്യാൻവാസിലും ഇതേപോലെ കട്ടിങ് കൊടുത്തിട്ട് നമ്മൾ അത് കറക്റ്റ് സെൻട്രൽ പോയിന്റിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. അതിനാണ് നമ്മൾ മുകളിൽ ആ ഒരു 1/4 ഇഞ്ചിൽ വരച്ച് കൊടുത്തത്. ഇതേപോലെ കറക്റ്റ് നമുക്ക് നെക്ക് മാറാണ്ട് കിട്ടുവാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ നമ്മളുടെ നല്ല പീസ് എടുക്കുക, അതിൻ്റെയും സെൻറ്ററിൽ ഇതേപോലെ ഒരു നോച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ നല്ല വശം ഇതേപോലെ നിവർത്തിയിടുക. അതിനുശേഷം നമ്മളുടെ ലൈനിങ് പീസിൻ്റെ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ ഇതേപോലെ ഇടുക. കണ്ടോ? അപ്പോൾ ക്യാൻവാസ് വെച്ച ഭാഗം നമുക്ക് അതിൻ്റെ ഉൾവശമാണ്, അത് നമുക്ക് ഫേസ് ആയിട്ടിരിക്കുന്നു. രണ്ടിൻ്റെയും നല്ല വശമാണ് അകത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് വെക്കണം. ഇതേപോലെ എല്ലാ സൈഡിലും പിൻ ചെയ്ത് വെച്ചിട്ട് മാത്രമേ നമ്മൾ അടിച്ചെടുക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നേരെ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നെക്ക് ചിലപ്പോൾ അത് വളഞ്ഞു പോകാനോ അത് കറക്റ്റ് പൊസിഷനിൽ തന്നെ കിട്ടാനും സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിൻ ചെയ്തിട്ട് അത് അടിച്ചെടുക്കുക. ഇതിങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് നെക്കിൻ്റെ ലൈനിലൂടെ വരച്ചതിൻ്റെ തൊട്ട് അടുത്ത് കൂടി, നമ്മൾ അധികം ഗ്യാപ്പിട്ട് കൊടുക്കണമെന്നില്ല, തൊട്ടടുത്ത് കൂടി ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതും നമ്മൾ സ്റ്റിച്ച് തട്ടാതെ വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2 തവണ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അടിച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. അതേപോലെ വി പോലെ വന്നിരിക്കുന്ന ഭാഗം അവിടെയൊക്കെ ചെറിയ കട്ടിങ് കൊടുക്കണം, എന്നാലേ നമുക്കിത് മറിച്ചിടുമ്പോൾ കറക്റ്റ് തിരിഞ്ഞ് കിട്ടത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷേപ്പ്ലെസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. എന്നിട്ട് ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുക അതിൻ്റെ മീതെ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷനിൽ ഇങ്ങനെ വരും. അതിനുശേഷം മേലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ക്യാൻവാസ് വെക്കുമ്പോൾ ഇതേപോലെ നമുക്ക് നല്ല പെർഫെക്ഷനിൽ കിട്ടും. ആ വീട് ഭാഗം ഇപ്പോൾ കണ്ടോ, നമ്മളൊന്ന് വെറുതെ ഒന്ന് മടക്കിയാലോ അത് നിവർന്ന് വരും. കാരണം ക്യാൻവാസ് ഉള്ളത് കൊണ്ടാണ്. അല്ലാണ്ട് നമ്മൾ ക്യാൻവാസ് ഇല്ലാതെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോർമൽ തുണി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ മടക്കിയാലും ഒന്ന് മടങ്ങിപ്പോകും. ഇപ്പോൾ ക്യാൻവാസ് ഉള്ളതുകൊണ്ട് അതിൽ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ വീഡിയോ കണ്ടവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.